എൻ്റെ പേര് ഷീന എന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. അപ്പം ഞാൻ ഷിജു ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ കുവൈറ്റിലായിരുന്നു. അപ്പം ബ്രദർ എന്നോട് പ്രാർത്ഥനകൾ ചൊല്ലാൻ പറയുകയൊക്കെ ചെയ്തു. ഞാൻ കുവൈറ്റിൽ നിന്ന് വന്ന ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും പ്രഗ്നൻ്റ് ആയതിന് ശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഏജ് ഓവറായതിൻ്റെയും ഇത്രയും വർഷമായിട്ട് കുട്ടികളില്ലാത്തതിൻ്റെയും എല്ലാം ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ ഷിജു ബ്രദറിനെ വിളിക്കുകയും നിയോഗമാതാവിനോട് 33 ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് ശേഷം ഹസ്ബൻഡിനാണെങ്കിലും ഒരുപാട് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് ഞാൻ ഈ 14 കൊല്ലം ജീവിച്ചത്. അവസാനം മടുത്തിട്ടാണ് ഞാൻ കുവൈറ്റിന് പോയത് തന്നെ. ഇവിടെ നിൽക്കാൻ മേലാത്തൊരവസ്ഥയിൽ, കുടുംബത്തിൽ നിന്ന് പോലും നമുക്ക് നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മളെ തള്ളിപ്പറയുന്നൊരവസ്ഥ വരുമായിരുന്നു. കുട്ടികളെ എടുക്കാൻ പോലും അനുവദിക്കുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു, മക്കളില്ല എന്നുള്ള പേരിൽ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിൽക്കാൻ മേലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കുവൈറ്റിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഷിജു ബ്രദറിനെ പറ്റി അറിയുന്നതും ഞാൻ ബ്രദറിനെ വിളിക്കുന്നതും ഒക്കെ. അതിന് ശേഷം ഇപ്പോൾ നാട്ടിൽ വന്നു. പ്രഗ്നൻ്റ് ആയ സമയത്ത് നിയോഗ പ്രാർത്ഥനയിൽ കൂടി 8-ാം മാസം ആയപ്പോഴത്തേനും ഷുഗർ കൂടുതലായതുകൊണ്ട് 8-ാം മാസം പൂർത്തീകരിച്ചപ്പോഴത്തേനും ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുത്തു. ദൈവം ഒരു പെൺകുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. 15-ാമത്തെ കൊല്ലം ആയപ്പോഴത്തേനും എനിക്കൊരു പെൺകുഞ്ഞിനെ കിട്ടി. എൻ്റെ ബ്രദറിനോടും നിയോഗമാതാവിനോടുള്ള നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ. പ്രാർത്ഥനാ സഹായം പ്രാർത്ഥിച്ച ഷിജു ബ്രദറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.